നമ്മുടെ പപ്പടം ഉലർത്ത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 5 പപ്പടം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് വേണ്ടത് ചുവന്നുള്ളി 10 ചോള ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് ചതച്ചെടുക്കണം. പിന്നെ വറ്റൽമുളകാണ്. വറ്റൽമുളക് ഇല്ലാത്തവർക്ക് സാധാ മുളക് പൊടി എടുത്താലും മതി. പക്ഷേ മുളക് പൊടിനേലും കുറച്ചുകൂടി നല്ലത് വറ്റൽമുളകാണ്. വറ്റൽമുളകും ഇതുപോലെ പൊടിച്ചെടുക്കണം. അത് മിക്സിയിൽ പൊടിച്ചാൽ കുറച്ചുകൂടി പൊടിയായിട്ട് കിട്ടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ 3 തണ്ട് വേപ്പില. പിന്നെ പപ്പടം വറുത്ത് റെഡിയാക്കുന്നതിന് ആവശ്യമായ ഓയിൽ. ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഇവിടെ വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമുക്ക് ഈ പപ്പടം ആദ്യം തന്നെ കീറി എടുക്കണം. അതായത് ഇതുപോലെ കത്തി വെച്ചോ എങ്ങനെ വേണമെങ്കിലും കീറാം. അപ്പോൾ അമ്മ എക്സ്പെർട്ട് ആയതുകൊണ്ട് അമ്മ ഇതുപോലെ കൈകൊണ്ട് കീറി ചെറിയ നുള്ളായിട്ട് എടുക്കുവാണ്. ഇത് കറക്റ്റ് സൈസ് വേണ്ടവർക്ക് കത്തി കൊണ്ട് അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്താലും മതി. അപ്പം അമ്മ ഇവിടെ സ്ഥിരം അമ്മയുടെ എളുപ്പത്തിന് ഇങ്ങനെ കൈകൊണ്ട് കീറി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കീറി എടുത്തിട്ടുണ്ട്. നമുക്കിതിന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടി ഒന്ന് വെച്ച് അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് പപ്പടം വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പപ്പടം അതിലിട്ട് വറുത്തെടുക്കാം. പപ്പടം വറുത്ത് നമുക്കത് കോരിയെടുക്കാം. ഇനി നമുക്ക് ആ പപ്പടം വറുത്ത വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് വേപ്പിലിട്ട് വറുത്തെടുക്കാം. ആ വറുത്ത വേപ്പില നമുക്ക് ഈ പപ്പടത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ആ ഓയിലിലേക്ക് തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിവിടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് പൊടിച്ചു വെച്ച വറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേറെ മുളക് പൊടിയോ വേറെ ഒന്നും എടുക്കുന്നില്ല. മുളക് പൊടി ഉപയോഗിക്കുന്നവർക്ക് മുളക് പൊടി ഉപയോഗിക്കാം. വറ്റൽമുളക് ഇല്ലാത്തവർക്ക് മുളക് പൊടി ഇട്ടാലും മതി. പിന്നെ മുളക് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പപ്പടം ഇതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ കുറവ് തോന്നുന്നുണ്ട്. വെളിച്ചെണ്ണ കുറവ് തോന്നണമെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. മുളക് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. കാരണം തീ ഓഫ് ചെയ്തില്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് നമുക്കിതിലേക്ക് പപ്പടം വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അടപ്പ് ഓഫ് ചെയ്യാൻ മറക്കരുത്. ഓഫ് ചെയ്തില്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ല, ഒരു മിക്സ് ചെയ്ത് വരുമ്പോൾ ആ പപ്പടം ഓയിലും ആ മുളകും ഉള്ളിയും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇത്. ഇത് അടച്ച് ചൂടാറിയതിന് ശേഷം അടച്ച് ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ 3-4 ദിവസം ഇരുന്നോളും. ആ ഒരു ഫ്രഷ്നെസ് പോവും. പക്ഷേ ആ കറുമുറ് പോവില്ല. അതിൻ്റെ ആ പപ്പടത്തിൻ്റെ ഒരു ഇത് പോവില്ല. പക്ഷേ 3-4 ദിവസം ഇത് ഇരുന്നോളും. ചീത്തയാവില്ല. കഞ്ഞിക്കോ ചോറിനൊക്കെ അടിപൊളിയായിരിക്കും. വെച്ചോടാ. സംഗതി പൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പപ്പടം ഉലർത്ത്. വളരെ സിമ്പിളാണ്. പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വേറെ വീഡിയോസിൽ കാണാം. അവർ ടേക്ക് കെയർ. ബൈ.